എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിൻസ് വ്ലോഗ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതും ചിക്കൻ സോസേജ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യമേ തന്നെ ചിക്കൻ സോസേജ് എടുത്ത് വളരെ നന്നായിട്ട് വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് അത് മാരിനേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ് എന്നിവ നന്നായിട്ട് കുഴച്ചെടുത്ത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 20-25 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പൊ നന്നായിട്ട് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ആ മസാലകളെല്ലാം അതിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കറി കൂട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കുഞ്ഞ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. അത് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം 2 സവാള ചെറിയ കഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കണം. ഇതെല്ലാം നമ്മുടെ കറി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച സോസേജ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് പിടിച്ചെന്ന് കാണുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കറി ലീഫും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് അത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതൊരു വീർത്തിരിക്കണ കാണാം. നമുക്ക് ചിലതൊരു ബ്രൗണിഷ് ഷെയ്ഡ് ആയിക്കൊണ്ട് ഒരു വീർപ്പ്, സാധാരണ നമ്മൾ മുറിച്ചിനയിൽ ഒരു ചെറിയ വീർപ്പ്, അതിന്റെ അർത്ഥം അത് കുക്ക് ആയിട്ടുണ്ടെന്നാണ്. എന്നിട്ട് അതൊരു പാനിലേക്ക് മാറ്റണം. ആ ഒരു സ്റ്റെപ്പ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആ സെയിം പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഒരു കുഞ്ഞ് കറുവാപ്പട്ട കഷ്ണവും ഒരു ഗ്രാമ്പൂവിന്റെ ഒരു 2 ഇതളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന 2 സവോളയില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് നമ്മുടെ ക്യാമറ വുമൺ നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അനുശ്രീ മാം ആണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത് നമ്മുടെ സ്വന്തം ദീപ മിസ്സും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയും കൂടിയുള്ളൊരു ടച്ചാണ് ഈ കറിക്ക് വരുന്നത്. ഇനി ദീപ മിസ് പറഞ്ഞു അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അത് പ്രകാരം 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുവാണ്. അതൊന്ന് വാടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇല്ലേ, ആദ്യമേ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, സവോള, ജിഞ്ചർ, ഗാർലിക്, ചില്ലി, അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ടൊമാറ്റോ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഈ ടൊമാറ്റോയുടെ പേസ്റ്റ് കൂടി നമുക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചുവന്ന കളറുണ്ട്. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞപ്പോൾ കറിയുടെ ആ ഒരു കളർ തന്നെ മാറി. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ആ ജാറിൽ ഒഴിച്ച് നമുക്കൊന്ന് അതിലേക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അറിയാമല്ലോ ആ ജാറിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആ ജാറൊന്ന് കഴുകിയിട്ട് ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തിള വരുന്നുണ്ട്. ആ തിള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സോസേജ് കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ പാത്രത്തിലും കുറച്ച് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കഴുകി ആ കറിയിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി നമുക്ക് പതുക്കെ ഒന്ന് അടച്ചു വെക്കാം.
അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കറിയുടെ സ്റ്റെപ്പ്. ഇനി പതുക്കെ ഒന്നിരുന്ന് വെന്താ മതി. ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. എങ്കിലും നമ്മൾ അതെല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് ആ സോസേജിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടി പിടിക്കരുത്. എണ്ണയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാകും. നല്ല ബ്രൗണിഷ് കളറാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്കൊന്നും സോസേജ് എന്ന് കേൾക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഈ രീതിയിൽ നിങ്ങളൊന്ന് സോസേജ് വെച്ച് നോക്കി എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമന്റ് ബോക്സിൽ ഇടുക. അതും എന്തായാലും നിങ്ങളുടെ പോസിറ്റീവ് കമന്റ്സ് ആയാലും നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സ് ആയാലും അതെ. നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി ഒന്ന് ചെറുതായിട്ട് വെതറി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പം എല്ലാവരും പരീക്ഷിച്ചു നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. ദാറ്റ്സ് ഓൾ. ബൈ.